ഹായ് ഫ്രണ്ട്സ്, PSC ക്വിക്ക് ഗൈഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന 8ാമത്തെ വീഡിയോ ആണ് ഇന്നത്തേത്. ഇതിനു മുമ്പുള്ള 7 വീഡിയോസിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഗ്രാമറിൽ നിന്നും വൊക്കാബുലറിയിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് മിക്സ് ചെയ്താണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ വൊക്കാബുലറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ PSC റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് പലതുമുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും മിസ് ചെയ്യാതെ പഠിക്കൂ. ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റും മറ്റു ക്ലാസ്സസും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിനോണിം ഓഫ് കീ വീവ് ഈസ് അലർട്ട് എന്നതാണ് കീ വീവിന്റെ അർത്ഥം. അലർട്ട് ആയിരിക്കുക, അതിനാണ് കീ വീവ് എന്ന് പറയുന്നത്. The synonym of brief is. അപ്പോൾ കൊടുത്ത ഓപ്ഷനിൽ കൺസൈസ് എന്നതാണ് ബ്രീഫിന്റെ സിനോണിം ആയി വരുന്നത്. അതായത് ചുരുക്കത്തിൽ പറയുക, ഷോർട്ട് എന്ന അർത്ഥത്തിൽ വരുന്നതാണ് ബ്രീഫ് അല്ലെങ്കിൽ കൺസൈസ് എന്നത്. The synonym of August is. ഓഗസ്റ്റ് എന്നതിന്റെ അർത്ഥം ഡിഗ്നിഫൈഡ്, അതായത് പ്രതാപമുള്ള, കുലീനനായ എന്ന അർത്ഥം വരുന്ന വാക്കാണ് ഓഗസ്റ്റ്. ഡിഗ്നിഫൈഡ്, റെസ്പെക്റ്റഡ് അല്ലെങ്കിൽ എമിനന്റ്, ഇതെല്ലാം ഓഗസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥങ്ങളാണ്. റൈറ്റ് ദി സിനോണിം ഓഫ് ദി വേർഡ് പ്രോഡിഗൽ. പ്രോഡിഗൽ എന്ന വാക്കിന്റെ അർത്ഥം എക്സ്ട്രാവഗന്റ് എന്നതാണ് പ്രോഡിഗൽ എന്ന വാക്കിന്റെ അർത്ഥം. അതായത് ആവശ്യമില്ലാതെ കാശോ മറ്റു കാര്യങ്ങളോ ചെലവഴിക്കുന്നതിനെയാണ് പ്രോഡിഗൽ എന്ന് പറയുന്നത്. ഇതിന്റെ സിനോണിംസ് ആണ് എക്സ്ട്രാവഗന്റ്, വേസ്റ്റ്ഫുൾ അല്ലെങ്കിൽ സ്പെൻഡ് ത്രിഫ്റ്റ് എന്നിവയെല്ലാം. ഇപ്പൊ ആന്റോണിംസ് ത്രിഫ്റ്റി, എക്കണോമിക്കൽ എന്നിവയാണ്. ഇപ്പൊ പ്രോഡിഗൽ എന്ന വാക്കിന്റെ അർത്ഥം ആവശ്യമില്ലാതെ റിസോഴ്സസ് അല്ലെങ്കിൽ മണി ചെലവഴിക്കുന്നതിനെയാണ്. അപ്പൊ സിനോണിംസ് എക്സ്ട്രാവഗന്റ്, വേസ്റ്റ്ഫുൾ, സ്പെൻഡ് ത്രിഫ്റ്റ് എന്നിവ. ആന്റോണിംസ് ത്രിഫ്റ്റി, എക്കണോമിക്കൽ. വാട്ട് ഈസ് ദി സ്യൂട്ടബിൾ മീനിങ് ഓഫ് ദി വേർഡ് റെൻഡിവൂ? റെൻഡിവൂ എന്ന വാക്കിന്റെ അർത്ഥം എ മീറ്റിംഗ് ഇൻ എ എഗ്രീഡ് ടൈം ആൻഡ് പ്ലേസ്. മുൻപ് നിശ്ചയിച്ച സ്ഥലത്തും സമയത്തും മീറ്റ് ചെയ്യുന്നതിനെയാണ് റെൻഡിവൂ എന്ന് പറയുന്നത്. ആന്റോണിം ഓഫ് ഫിക്കിൾ ഈസ്. അപ്പൊ ഫ്രീക്വന്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് ഫിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആന്റോണിം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്റ്റേബിൾ എന്നതാണ്. അപ്പൊ സിനോണിംസ് എന്തൊക്കെയാണ്? വാരിയബിൾ, വോളറ്റൈൽ, ഇറഗുലർ, ഇതെല്ലാം ഇതിന്റെ സിനോണിംസ് ആയിട്ട് വരും. അപ്പൊ ആന്റോണിം ഓഫ് ഫിക്കിൾ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസിൽ കൊടുത്തതിൽ കോൺസ്റ്റന്റ് എന്നതാണ് ആൻസർ. കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്റ്റേബിൾ എന്നത് ഫിക്കിളിന്റെ ആന്റോണിം ആണ്. ദി ആന്റോണിം ഓഫ് ഡിലിജന്റ് ഈസ്. ഡിലിജന്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കിംഗ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയസ്, അസിഡുവസ്, ഇതെല്ലാം ഡിലിജന്റ് എന്നതിന്റെ സിനോണിംസ് ആണ്. അതായത് നന്നായി പരിശ്രമിക്കുന്നതിന് പറയുന്നതാണ് ഡിലിജന്റ് എന്നത്. അപ്പൊ അതിന്റെ ആന്റോണിം ലേസി. ഐ ഡോണ്ട് ലൈക്ക് ഹിസ് ലുഗൂബ്രസ് എക്സ്പ്രഷൻ. അപ്പൊ ലുഗൂബ്രസ് എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കുക, മോൺഫുൾ, ഗ്ലൂമി അല്ലെങ്കിൽ സാഡ് എന്നതാണ് ലുഗൂബ്രസ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ചിയർഫുൾ അല്ലെങ്കിൽ ജോയ്ഫുൾ എന്നതാണ്. ലുഗൂബ്രസ് എന്ന വാക്കിന്റെ അർത്ഥം മോൺഫുൾ, ഗ്ലൂമി, സാഡ് എന്നെല്ലാമാണ്. ഓപ്പോസിറ്റ് ചിയർഫുൾ അല്ലെങ്കിൽ ജോയ്ഫുൾ. ഓപ്പോസിറ്റ് ഓഫ് ദി വേർഡ് ക്വിയസെന്റ്. അപ്പൊ ക്വിയസെന്റ് എന്ന വാക്കിന്റെ അർത്ഥം ഇനാക്റ്റീവ് അല്ലെങ്കിൽ ഇനേർട്ട് എന്നതാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആക്റ്റീവ്. ദ ആന്റോണിം ഓഫ് സ്റ്റാർട്ടിൽഡ് ഈസ്. സ്റ്റാർട്ടിൽഡ് എന്നതിന്റെ അർത്ഥം ഞെട്ടുക, പേടിക്കുക എന്നതെല്ലാമാണ്. അപ്പൊ അതിന്റെ ആന്റോണിം റിലാക്സ്ഡ്. ദി ആന്റോണിം ഓഫ് ദി വേർഡ് മെർസിഫുൾ ഈസ്. മെർസിലെസ് എന്നതാണ് മെർസിഫുള്ളിന്റെ ആന്റോണിം. ആന്റോണിം ഓഫ് അബോർട്ടീവ് ഈസ്. അബോർട്ടീവ് എന്ന വാക്കിന്റെ അർത്ഥം അൺസക്സസ്ഫുൾ അല്ലെങ്കിൽ ഫെയിൽഡ് എന്നതാണ്. അതായത് പൂർത്തിയാകാത്ത കാര്യത്തെയാണ് അബോർട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആന്റോണിം സക്സസ്ഫുൾ. വൺ വേർഡ് ഫോർ കം ഔട്ട് ഓഫ് സഡൻ പ്ലെന്റിഫുൾ ഫ്ലോ. അപ്പോൾ ഓപ്ഷൻസ് ഗസ്റ്റ്, ഗോസ്റ്റ്, ബുഷ്, ഗഷ് എന്നിവയാണ്. അപ്പോൾ ഇതിൽ ഗഷ് എന്നതാണ് ആൻസർ. കം ഔട്ട് ഓഫ് സഡൻ പ്ലെന്റിഫുൾ ഫ്ലോ, ഇതിന്റെ വൺ വേർഡ് ഗഷ് എന്നതാണ്. The one word for a person who doubts in religious practices. Religious practicesനെ സംശയിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ ഓൾറെഡി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസിനെ സംശയിക്കുന്ന ഒരാളെ പറയുന്ന പേരാണ് സ്കെപ്റ്റിക് എന്നത്.
എ പേഴ്സൺ ഹു ഹാസ് ഡൺ സംതിങ് റോങ് ഓർ അൺലോഫുൾ. നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന ഒരാളെ പറയുന്ന പേര് മിസ്ക്രിയന്റ് എന്നതാണ്. അപ്പൊ എ പേഴ്സൺ ഹു ഹാസ് ഡൺ സംതിങ് റോങ് ഓർ അൺലോഫുൾ, മിസ്ക്രിയന്റ്. One word substitute for the original inhabitants of a place is. അപ്പോൾ ഒരു സ്ഥലത്തെ യഥാർത്ഥ നിവാസികളെ പറയുന്ന പേര്, അതിനുള്ള വൺ വേർഡ്. അതൊരു പേഴ്സൺ ആയാലും അനിമൽ ആയാലും പ്ലാന്റ് ആയാലും എന്ന് പറയുന്നത് അബ് ഒറിജിനീസ് എന്നതാണ്. ദി ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് എ പ്ലേസ്, അബ് ഒറിജിനീസ്. Identify the one-word substitution for the following. Concluding part of a literary work. ഒരു കൃതിയുടെ അവസാനത്തെ പാർട്ട്, കൺക്ലൂഡ് ചെയ്യുന്ന പാർട്ടിന് പറയുന്ന പേര് എപ്പിലോഗ് എന്നാണ്. Concluding part of a literary work, epilogue. Give one word for a person who leads a wandering life. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരാൾക്ക് പറയുന്ന പേര് vagabond എന്നതാണ് ഇതിന്റെ one word. A person who leads a wandering life, vagabond. Dash is one who makes charitable donations intended to increase human well-being. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചാരിറ്റബിൾ ഡൊണേഷൻസ് ഒക്കെ കൊടുക്കുന്ന ആളെ പറയുന്ന പേര് ഫിലാന്ത്രോപിസ്റ്റ് എന്നാണ്. Find out one word substitute for the following. A man who does a thing for pleasure but not as a profession. അതായത് ഒരാൾ അയാളുടെ സന്തോഷത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുക, പ്രൊഫഷൻ ആയിട്ടല്ല, അയാളുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ജോലിക്ക് പറയുന്നു. അങ്ങനെയുള്ള ആളെ പറയുന്നത് amateur എന്നാണ്. The person who studies the evolution of mankind. ഇതിന്റെ one word anthropologist എന്നാണ്. The person who studies the evolution of mankind, anthropologist. If a person is not very intelligent, you will call him a dash. അപ്പോൾ ബംകിൻ എന്നാണ് ഇവിടെ വരുന്നത്. ഒരു പേഴ്സൺ അധികം ഇന്റലിജന്റ് അല്ലാത്ത ഒരാളെ വിളിക്കുന്ന പേര് ബംകിൻ എന്നാണ്. മീനിങ് ഓഫ് സെനിസൈഡ് ഈസ് കില്ലിംഗ് ആൻ ഓൾഡ് മാൻ എന്നതിന്റെ വൺ വേർഡ് ആണ് സെനിസൈഡ്. എ മാൻ ഹൂസ് വൈഫ് ഈസ് ഡെഡ് ഈസ് കോൾഡ്. അപ്പോൾ ഭാര്യ മരിച്ച ഒരാളെ പറയുന്ന പേര് വിഡോവർ എന്നാണ്. ഓംബ്രോഫോബിയ റിലേറ്റഡ് ടു. ഓംബ്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് റെയിൻ ആണ്, മഴയോടുള്ള ഭയത്തെയാണ് ഓംബ്രോഫോബിയ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീക്ക് വേർഡായ ഓംബ്രോ എന്നതിൽ നിന്നാണ്. ഓംബ്രോ എന്നാൽ സ്റ്റോം ഓഫ് റെയിൻ എന്നാണ് ഗ്രീക്കിൽ അർത്ഥം. അപ്പോൾ ഓംബ്രോഫോബിയ ഫിയർ ഓഫ് റെയിൻ. ആൻഡോഫോബിയ റിലേറ്റഡ് ടു. ആൻഡോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഫ്ലവേഴ്സ് ആണ്, പൂക്കളോടുള്ള ഭയത്തെയാണ് ആൻഡോഫോബിയ എന്ന് പറയുന്നത്. The president proposes to dash our home. The president proposes to visit our home. അപ്പൊ visit എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബ് കോൾ ഓൺ എന്നാണ്. അപ്പോൾ the president proposes to call on our home. I can't dash his behavior. അപ്പോൾ ഇവിടെ അനുയോജ്യമായ ഫ്രേസൽ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പുട്ട് അപ്പ് വിത്ത് എന്ന ഫ്രേസൽ വെർബാണ് ഇവിടെ വരിക. ഐ കാൺട്ട് പുട്ട് അപ്പ് വിത്ത് ഹിസ് ബിഹേവിയർ. അവന്റെ സ്വഭാവം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടോളറേറ്റ് എന്നതാണ്. ഐ കാൺ ടോളറേറ്റ് ഹിസ് ബിഹേവിയർ. ഐ കാൺ പുട്ട് അപ്പ് വിത്ത് ഹിസ് ബിഹേവിയർ. ഹെർ മദർ ഡാഷ് ലാസ്റ്റ് ഇയർ. അപ്പൊ കഴിഞ്ഞ വർഷം അവളുടെ അമ്മ മരിച്ചു എന്നാണ്. അപ്പൊ ഹെർ മദർ പാസ്ഡ് അവേ ലാസ്റ്റ് ഇയർ. ദ ചീഫ് ഗസ്റ്റ് ഗേവ് ഡാഷ് ദി പ്രൈസ്. ചീഫ് ഗസ്റ്റ് പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ ഗീവ് അവേ എന്ന ഫ്രേസിന്റെ അർത്ഥമാണ് ഡിസ്ട്രിബ്യൂട്ട്. അപ്പൊ ചീഫ് ഗസ്റ്റ് ഗേവ് അവേ ദി പ്രൈസ്. ദ ഡാഷ് ടു ന്യൂ ഓർലിയൻസ് ലാസ്റ്റ് സമ്മർ. അപ്പോൾ കഴിഞ്ഞ സമ്മറിൽ അവർ ന്യൂ ഓർലിയൻസ് സന്ദർശിച്ചു. അപ്പോൾ ദേ കെയിം ഓവർ ടു ന്യൂ ഓർലിയൻസ് ലാസ്റ്റ് സമ്മർ. ദ മീനിങ് ഓഫ് ദി ഫ്രേസൽ വെർബ് മേക്ക് ഓഫ്. അപ്പോൾ മേക്ക് ഓഫ് എന്ന ഫ്രേസൽ വെർബിന്റെ അർത്ഥം ടു റൺ എവേ അല്ലെങ്കിൽ ടു എസ്കേപ്പ് എന്നതാണ്. രക്ഷപ്പെടുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് മേക്ക് ഓഫ്. She did not know how to dash her difficulties. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഗെറ്റ് ഓവർ എന്ന ആൻസർ ആണ് വരിക. ഷി ഡിഡ് നോട്ട് നോ ഹൗ ടു ഗെറ്റ് ഓവർ ഹെർ ഡിഫിക്കൽട്ടീസ്. ഗെറ്റ് ഓവർ എന്നതിന്റെ അർത്ഥം റിക്കവർ ഫ്രം എന്നാണ്. അവളുടെ
ബുദ്ധിമുട്ടുകളെ എങ്ങനെ തരണം ചെയ്യാമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഗെറ്റ് ഓവർ, റിക്കവർ ഫ്രം എന്നാണ് അർത്ഥം. The wedding has been dash until June. അപ്പൊ വെഡിങ് ജൂൺ വരെ മാറ്റിവെച്ചു, അതായത് പോസ്റ്റ്പോൺ ചെയ്തു എന്ന അർത്ഥത്തിൽ വരുന്ന ഫ്രേസൽ വെർബ്. അപ്പൊ പുട്ട് ഓഫ് എന്നതാണ് പോസ്റ്റ്പോൺ എന്ന അർത്ഥത്തിൽ വരുന്ന ഫ്രേസൽ വെർബ്. The wedding has been put off until June. He dashed to her until she agreed to help. അപ്പൊ ഇവിടെ മേക്ക് ഇൻ, മെയ്ഡ് ഇൻ, മേക്ക് ഓഫ്, മെയ്ഡ് അപ്പ് എന്നീ ഓപ്ഷൻസ് ആണ് കൊടുത്തിരുന്നത്. അതിൽ മെയ്ഡ് അപ്പ് ആണ് ആൻസർ. ഹി മെയ്ഡ് അപ്പ് ടു ഹെർ അണ്ടിൽ ഷീ അഗ്രീഡ് ടു ഹെൽപ്പ്. അപ്പോൾ മെയ്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇൻവെന്റ് ആൻ എക്സ്പ്ലനേഷൻ ഫോർ സംതിങ്. എന്തിനെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞ് ഒരാളെ കൺവിൻസ് ചെയ്യിക്കുന്നതിനെയാണ് മേക്കപ്പ് അല്ലെങ്കിൽ മെയ്ഡ് അപ്പ് എന്ന ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹി മെയ്ഡ് അപ്പ് ടു ഹെർ അണ്ടിൽ ഷീ അഗ്രീഡ് ടു ഹെൽപ്പ്. Go to the dogs means be ruined, അതായത് നശിപ്പിക്കപ്പെടുക എന്നതാണ് go to the dogs എന്നതിന്റെ അർത്ഥം. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് the country is going to the dogs എന്ന് പറഞ്ഞാൽ ഈ കൺട്രി നശിക്കാൻ പോവാണ്, ഒരു കൺട്രി നശിക്കാൻ പോവാണ് എന്നതാണ് അതിന്റെ അർത്ഥം. deteriorate, നശിപ്പിക്കപ്പെടുക, be ruined, അതെല്ലാമാണ് go to the dogs എന്നതിന്റെ അർത്ഥം. The idiom rides the high horse means rides the high horse എന്ന ഇഡിയത്തിന്റെ അർത്ഥം feel proud എന്നതാണ്. എന്തിനെങ്കിലും കുറിച്ച് അഭിമാനിക്കുന്നതിനെയാണ് rides the high horse എന്ന ഇഡിയം യൂസ് ചെയ്യുന്നത്. അപ്പോൾ he is riding the high horse എന്ന് പറഞ്ഞാൽ he is feeling proud എന്നാണ് അർത്ഥം. The idiom fish out of water means അതിന്റെ അർത്ഥം in an uneasy situation എന്നതാണ്. സാധാരണയല്ലാത്ത ഒരു സാഹചര്യത്തിൽ പെടുന്നതിനെയാണ് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന ഇഡിയം ഉപയോഗിക്കുന്നത്. ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ ഇൻ ആൻ അൺഈസി സിറ്റുവേഷൻ. ദി ഇഡിയം ബറി ദി ഹാച്ചറ്റ് മീൻസ് സ്റ്റോപ്പ് എനിമിറ്റി, അതായത് ശത്രുതയൊക്കെ തീർത്ത് വീണ്ടും സുഹൃത്തുക്കളാവുന്നതിന് ഉപയോഗിക്കുന്ന ഇഡിയമാണ് ബറി ദി ഹാച്ചറ്റ്. ദി ഇഡിയം ബ്രേക്ക് എ ലെഗ് മീൻസ് ബ്രേക്ക് എ ലെഗ് എന്ന ഇഡിയം ഗുഡ് ലക്ക്, അതായത് ആശംസകൾ നേരുന്നതിന് ബെസ്റ്റ് വിഷസ്, ഇതിനെല്ലാം ബ്രേക്ക് എ ലെഗ് എന്ന ഇഡിയം ഉപയോഗിക്കുന്നത്. ചൂസ് ദി കറക്റ്റ് ഇഡിയം ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദി അണ്ടർലൈൻഡ് വേർഡ്. ഹി ഡിഡ് ദി വർക്ക് ഇറെഗുലർലി. അപ്പൊ ഇറെഗുലർലി എന്ന വാക്കിന് അനുയോജ്യമായ ഇഡിയമാണ് കൊടുക്കേണ്ടത്. ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്നതിന്റെ അർത്ഥം ഇറെഗുലർ എന്നതാണ്. ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. അപ്പൊ ഹി ഡിഡ് ദി വർക്ക് ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. The gender of the word peacock is. Peacock എന്നത് മാസ്കുലിൻ ജെൻഡർ ആണ്. അപ്പൊ ഇതിന്റെ ഫെമിനൈൻ ജെൻഡർ ചോദിച്ചാൽ peahen ആണ്. peacock, peahen. The plural of calf is. calves എന്നതാണ് calfന്റെ plural form. As we drove down the countryside, we saw a dash of sheep gazing in the fields. അപ്പോൾ ഇവിടെ ഒരു കളക്റ്റീവ് നൗൺ ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഓഫ് ഷീപ്പ്, അപ്പൊ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്നാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എ ഗ്രൂപ്പ് ഓഫ് ഷീപ്പ് ഈസ് കോൾഡ് ഫ്ലോക്ക്. എ ഡാഷ് ഓഫ് ലേഡീസ്, പിക്ക് ഔട്ട് ദി സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ. അപ്പൊ ലേഡീസിന്റെ, സ്ത്രീകളുടെ ഒരു കൂട്ടത്തിന് പറയുന്ന പേര് ബെവി എന്നതാണ്. എ ബെവി ഓഫ് ലേഡീസ്. The bill passed by the parliament has to obtain the president's dash. അപ്പോൾ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു ബില്ലിന് പ്രസിഡന്റിന്റെ അനുമതി ലഭിക്കണം. ആ അർത്ഥം വരുന്ന അസെന്റ് എന്ന വാക്കാണ് ഇവിടെ വരുന്നത്. അസെന്റിന്റെ ASSENT. അപ്പോൾ പല സ്പെല്ലിംഗ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. പ്രസിഡന്റ്സ് അസെന്റ് ഇവിടെ വരുന്നത് ASSENT. ലിംഗ്വ ഫ്രാങ്ക മീൻസ് കോമൺ ലാംഗ്വേജ് എന്നാണ് ലിംഗ്വ ഫ്രാങ്ക എന്ന വാക്കിന്റെ അർത്ഥം. അതായത് പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന ഒരു പൊതുവായിട്ടുള്ള ഭാഷ, അതിന് പറയുന്ന പേരാണ് ലിംഗ്വ ഫ്രാങ്ക. Find out the meaning of the word in italic. He is not a dishonest salesman. His offer is bona fide. Bona fide എന്ന വാക്കിന്റെ അർത്ഥം. ഇപ്പോൾ authentic അല്ലെങ്കിൽ genuine എന്നതാണ് bona fide എന്നതിന്റെ അർത്ഥം. What does the word prima facie means? At first sight, ആദ്യത്തെ ഒരു നോട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ on the first impression എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് prima facie.
The word elevator is from dash English. അപ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷ് എന്നുള്ള ഒരു വേർഡാണ് elevator. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. അതുപോലെ ഇതുവരേക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.